എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനായിട്ട് ശ്രമിക്കണേ, എന്നാലല്ലേ എനിക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന നാടൻ പശുക്കളെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ പണ്ടത്തെ കാലത്താണ് കേട്ടോ നാടൻ പശുക്കളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കാലത്തൊക്കെ നാടൻ പശുക്കൾ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാടൻ പശുക്കൾ എന്ന് പറഞ്ഞിട്ട് വരുന്നത് പോലും ക്രോസ് ഇനത്തിൽപ്പെട്ട പശുക്കളാണ് കേട്ടോ പൊതുവെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. പണ്ടത്തെ കാലത്ത് നാടൻ പശുക്കളെ കാമധേനുക്കളായിട്ടാണ് കേട്ടോ അന്നത്തെ കാലത്തുള്ളവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അത്രയും ദൈവത്തിന് തുല്യമാണ് അവർ നാടൻ പശുക്കളെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പണ്ടത്തെ കാലത്ത് ക്രോസ് ഇനത്തിൽപ്പെട്ട പശുക്കൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അവറ്റങ്ങളെ നാടൻ പശുക്കൾ എന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പണ്ടത്തെ പശുക്കൾക്ക് നാടൻ പശുക്കൾ എന്ന് പേര് വരാൻ തന്നെ കാരണം അവർക്ക് നാടൻ ഫുഡാണ് കേട്ടോ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നാടൻ പച്ചപ്പുല്ലും വൈക്കോലും പിണ്ണാക്ക് കഞ്ഞിവെള്ളം ഇതൊക്കെയായിരുന്നല്ലോ അവരുടെ തീറ്റ എന്ന് പറയുന്നത്. വേറെ പുറത്തുള്ള രാസവസ്തുക്കൾ ചേർത്തിട്ടുള്ള ഒരു ഫുഡും അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നില്ല. പണ്ടത്തെ കാലത്ത് അങ്ങനത്തെ ഒരു ഫുഡ് ഇല്ലല്ലോ. ഈ കേരള വിഡ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അന്നത്തെ കാലത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ നാടൻ ഫുഡ് മാത്രമേ അവർക്ക് കൊടുക്കാനുള്ളൂ. ഈ കഞ്ഞി വെച്ച് കൊടുക്കുക. അന്നത്തെ കാലത്ത് ഒരു വീട്ടിലെന്ന് വെച്ച് കുറേ ആൾക്കാരുള്ളത് കൊണ്ട് കഞ്ഞിവെള്ളം തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ അവരുടെ ഫുഡും നാടൻ ഫുഡായിരുന്നു. അതുകൊണ്ടാണ് അവരെ നാടൻ പശുക്കൾ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നാടൻ പശുക്കളുടെ പാലിന് തന്നെ വളരെ ഔഷധ ഗുണമുള്ള പാലാണ് കേട്ടോ നാടൻ പശുക്കളുടെ പാല് എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് അമ്മമാരുടെ പാലിന് പകരം കുഞ്ഞു കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റിയിരുന്ന പാലാണ് കേട്ടോ നാടൻ പശുക്കളുടെ പാല് എന്ന് പറയുന്നത്. 10-12 ലിറ്ററൊന്നും പാല് കിട്ടുന്നില്ലെങ്കിലും 2-3 ലിറ്ററൊക്കെ പാലാണ് നാടൻ പശുക്കൾക്ക് പൊതുവെ കിട്ടുന്നുണ്ടാവുക. അത്രയും ആ 4 ലിറ്റർ പാലിന് അത്രയും ഔഷധ ഗുണമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 1 ലിറ്റർ പാൽ ഒരു നാഴി പാല് കുടിക്കുന്നത് ഒരു ഉരി പാല് കുടിച്ചാലും അത്രയും ഔഷധ ഗുണമുള്ള പാലാണ് നമ്മൾ കുടിക്കുന്നത് കേട്ടോ. പണ്ടത്തെ കാലത്ത് നാടൻ പശുക്കളുടെ ചാണകം ഉപയോഗിച്ചിട്ടാണ് ഈ തറ മെഴുകാനും മുറ്റം മെഴുകാനും ഒക്കെ ആൾക്കാർ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ കാലത്തൊക്കെ തറ മെഴുകലും ഒക്കെ പൊതുവെ നമ്മുടെ നാട്ടിൽ ഇല്ലാതായി തുടങ്ങിയിരിക്കുന്നു. പിന്നെയും പാലക്കാട് ഏരിയയിലേക്കൊക്കെ പോകുമ്പോഴാണ് പിന്നെയും കുറച്ച് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ അത്രയും ഔഷധ ഗുണമുള്ളതും അത്രയും നല്ലതുമായിരുന്നു പശുക്കളെ വളർത്തുക എന്ന് ചിന്തിച്ച ഒരു തലമുറയായിരുന്നു കേട്ടോ നമ്മുടെ പൂർവികന്മാരുടെ ഒരു തലമുറ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പണ്ടത്തെ കാലത്ത് ഓരോ വീട്ടിലും ഒരു പശു എന്ന നിലയിലെങ്കിലും ഉണ്ടായിരുന്നു. കാരണം ഒരു ഭക്ഷണം ഇല്ലെങ്കിലും ആ ഒരു പാല് കുടിച്ചിട്ടായാലും നമുക്ക് എല്ലാ ഗുണങ്ങളോടും ചേർന്ന ഒരു ഫുഡായിരുന്നു കേട്ടോ അവർക്ക് ആ ഒരു പാല് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് 3 നേരം ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ ആ കാലത്ത് ഒറ്റ നേരം ഭക്ഷണം കഴിക്കാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പാലൊക്കെ മതിയായിരുന്നു അവർക്ക് എല്ലാ ഔഷധ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിൽ എത്താനായിട്ട് കേട്ടോ. പിന്നെ ക്യാൻസറിനെ വരെ വെല്ലാവുന്ന ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ ഈ നാടൻ പശുക്കളുടെ ചാണകം എന്ന് പറയുന്നത്. അത്രയും ഔഷധ ഗുണമുള്ളതാണ് പശുക്കളുടെ ചാണകം മൂത്രം എന്നൊക്കെ പറയുന്നത്. ഈ എന്താ പറയുക പച്ചമരുന്ന് ഉണ്ടാക്കാനായിട്ട് കൂടുതലായിട്ട് പോകുന്നത് വരെ ഈ പശുക്കളുടെ ചാണകവും മൂത്രമൊക്കെ തന്നെയാണ് കേട്ടോ. അത് നാടൻ പശുക്കളുടേതാവുമ്പോൾ ഒന്നും കൂടി നമുക്ക് അത്രയും നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന എത്രയോ മരുന്ന് കമ്പനികളുണ്ട് എന്നറിയോ. അത്രയും വില കൊടുത്തിട്ട് വരെ ഈ നാടൻ പശുക്കളുടെ ചാണകവും മൂത്രവും വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുന്ന ഫുഡാണ് കേട്ടോ നമ്മുടെ പശുക്കളുടെ ചാണകത്തിൻ്റെ ഒക്കെ മൂല്യം വളരെയധികം കുറച്ചു കൊണ്ട് വരുന്നത്. പിന്നെ പൊതുവേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചാണകമൊന്നും കിട്ടാനില്ലാതായി. എല്ലാവരും എന്താ പറയുക ഈ ചാണകപ്പൊടി മാത്രം മേടിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ ചാണകപ്പൊടി ആയാലും നമ്മൾ നേരിട്ട് പൊടിക്കുന്ന ചാണകപ്പൊടിയൊന്നും ഇപ്പോൾ കിട്ടാനേ ഇല്ല. ഒക്കെ യന്ത്രങ്ങളാൽ നിർമ്മിക്കുന്ന ചാണകപ്പൊടികളായിട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. കാരണം ഈ യന്ത്രത്താൽ ഉണ്ടാക്കുന്ന ചാണകപ്പൊടിക്കൊക്കെ വളരെ ഔഷധ ഗുണം കുറവാണ് കേട്ടോ. കാരണം അവരുടെ എല്ലാ സത്തുക്കളും ഊറ്റിയെടുത്തിട്ടാണ് അത് ഡ്രൈ ആയിട്ട് പുറത്തേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അത്രയും നേരം കൊണ്ടൊക്കെ ഒരു ചാണം പൊടിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പണ്ടത്തെ കാലത്ത് ചാണകപ്പൊടി എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ സത്തും അതിൽ കൂടിച്ചേർന്നിട്ടാണ് വരുന്നത്. കാരണം സൂര്യൻ്റെ ചൂടിൽ നിന്ന് ഉണക്കിയെടുത്ത് അത് കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടാണ് ചാണകപ്പൊടി ഉണ്ടാക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്തും കുറേ പേരൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ചാണകപ്പൊടി ഉണ്ടാക്കുന്നത്. പിന്നെ വലിയ എന്താ പറയുക ഫാമുകളിലൊക്കെയാണ്
യന്ത്രങ്ങൾ കൊണ്ട് ചാണകപ്പൊടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് പൊതുവേ മടിയായി തുടങ്ങിയിട്ടുണ്ട്. കാരണം പണിയെടുത്തിട്ട് എന്തുണ്ടാക്കാനാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് കേട്ടോ ആൾക്കാർ അങ്ങനത്തെ മെഷീനൊക്കെ വാങ്ങിച്ച് നിർമ്മിക്കുന്നത്. കാരണം ഇപ്പോൾ ചാണം കൊണ്ടുപോകാനായാലും ആൾക്കാർ വളരെയധികം കുറവാണ്. അതും ക്ഷീരകർഷകരെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോഴാണ് ഓരോരുത്തരും ഓരോ മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നത് അല്ലേ. അതേപോലെ തന്നെ പണ്ടത്തെ കാലത്ത് നാടൻ പശുക്കളെ വളർത്തിയിരുന്നത് ഗർഭിണികൾക്ക് പഞ്ചഗവ്യം എന്ന് പറയുന്ന ഒരു ഔഷധം ഉണ്ടാക്കാനായിട്ട് നാടൻ പശുക്കളുടെ ചാണകവും മൂത്രവും പാലും തൈരും വെണ്ണയും ഒരേ ഒരു പ്രത്യേക അളവിലൊക്കെ കലർത്തി ഉണ്ടാക്കിയ ഒരു വസ്തു ഈ ഗർഭിണികൾക്കൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. അത് അത്രയും നല്ലതായിരുന്നു അവർ കഴിക്കുന്നത്. അതേപോലെ പുരാണങ്ങളിൽ കൃഷികന്മാരൊക്കെ ഉണ്ടല്ലോ, വളർത്തിയിരുന്ന പശുവിനെ അവർ കാമധേനു എന്നാണ് വിളിച്ചിരുന്നത്. അന്നത്തെ നാടൻ പശുക്കളെ അവർ കാമധേനുക്കളായിട്ട് തന്നെയാണ് കേട്ടോ കണ്ടിരുന്നത്. അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങളെല്ലാം പശുക്കൾ മുഖേനയാണ് കേട്ടോ നിർവഹിക്കപ്പെട്ടിരുന്നത്. അവർ ചിലപ്പോൾ ഭക്ഷണത്തിന് പകരം പാലും ഈ പഴവർഗ്ഗങ്ങളൊക്കെ തന്നെയാണല്ലോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താ പറയുക, നാടൻ പശുക്കളെ പൊതുവെ ഒഴിവാക്കിയതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നഷ്ടമാണല്ലേ. നമുക്ക് തീറ്റയ്ക്ക് അതിൻ്റേതായ വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ എല്ലാവരും എന്താ വിചാരിക്കുക, എല്ലാവരും പൈസ ഉണ്ടാക്കാനാണല്ലോ ഇപ്പോഴത്തെ കാലത്ത് പശുവിനെ വളർത്തുന്നത്. വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് പശുവിനെ വളർത്തുന്നവരൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ എല്ലായിടത്തും കണ്ടുവരുന്നത് ക്രോസ് ഇനത്തിൽപ്പെട്ട പശുക്കൾ തന്നെയാട്ടോ. നാടൻ പശുക്കളൊക്കെ പൊതുവെ നമ്മുടെ നാട്ടിൽ ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഇപ്പം നമ്മളെല്ലാവരും എന്താ പറയുക, ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 40 ലിറ്റർ പാൽ അല്ലെങ്കിൽ ഒരു 20 ലിറ്റർ പാല്, 12 ലിറ്ററിന് താഴെ പാല് കിട്ടുന്ന പശുക്കളെയൊന്നും ആരും വളർത്താതെ തന്നെ ആയി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നാടൻ പശുക്കളൊക്കെ പൊതുവെ നമ്മുടെ നാട്ടിൽ നിന്നും എന്താ പറയുക പോയത് തന്നെ. കാരണം എല്ലാവർക്കും ആവശ്യം 10-40 ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളെയാണ്. ആരും കുറഞ്ഞ പശുക്കളെയൊന്നും മേടിച്ച് വളർത്താതായിരിക്കുന്നു. പിന്നെ വെച്ചൂരി പശു, കാസർഗോഡ് കുള്ളനൊക്കെ നല്ല പശുക്കളാണ് കേട്ടോ. കാരണം കുട്ടികൾക്ക് ഏറ്റവും നല്ല പാല് എന്ന് തന്നെ വേണമെങ്കിൽ ഇവരുടെ പാലിനെ പറയാം കേട്ടോ. ഒരു പാല് കഴിച്ചാൽ അല്ലെങ്കിൽ കുറച്ച് പാലെങ്കിലും കുട്ടികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രതിരോധ ശക്തിയൊക്കെ വളരെയധികം കൂട്ടാനാണ് ഈ പാലൊക്കെ നല്ല ഉപയോഗപ്രദമാണ് കേട്ടോ. അത്രയും നല്ല ഔഷധ ഗുണമുള്ള പാലാണ് ഈ വെച്ചൂരി പശുവിൻ്റെ പാല്, കാസർഗോഡ് കുള്ളൻ്റെ പാല്, നാടൻ പശുക്കളുടെ പാലൊക്കെ നല്ല ഔഷധ ഗുണമുള്ള പാലാണ് കേട്ടോ. അതുപോലെ തീരെ ആരോഗ്യമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഒരു ആട്ടുംപാലെങ്കിലും മേടിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അവരുടെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവാനായിട്ട് ആട്ടുംപാൽ വളരെയധികം സഹായിക്കും. അതേപോലെ നാടൻ പാല് നിങ്ങളുടെ നാട്ടിൽ കിട്ടാനുണ്ടെങ്കിൽ അതായാലും ഒരു പാലെങ്കിലും വാങ്ങിച്ചിട്ട് മക്കൾക്ക് കാച്ചി കൊടുക്കുന്നതോ അതേപോലെ കാച്ചാണ്ട് കൊടുക്കുന്നതോ വളരെ നല്ലതാണ്. ആട്ടുംപാലൊന്നും കാച്ചാതെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അത് കുട്ടികൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ആരോഗ്യത്തോടും പ്രതിരോധ ശക്തിയോടും കൂടി വളരാനായിട്ട് ഉപയോഗപ്രദമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാടൻ പശുക്കളുടെ പാലും. പക്ഷേ നാടൻ പശുക്കളെ വളർത്തുന്നത് ക്ഷീരകർഷകർക്ക് മുതലാവാത്തത് കൊണ്ടാണ് കേട്ടോ ഇപ്പോഴത്തെ കാലത്ത് നാടൻ പശുക്കളൊക്കെ പൊതുവെ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരുന്നത്. അതിൽ അവരേനും കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പുല്ലും വൈക്കോലൊക്കെ ഇപ്പോൾ വരുന്നത് പണ്ടത്തെ വൈക്കോല് പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ വൈക്കോല് വരുന്നത്. ഇപ്പോഴത്തെ പണ്ടത്തെ കന്ന് വൈക്കോല് പോയി ഇപ്പോൾ കെട്ടുവൈക്കോലായി. അത് കെട്ടുവൈക്കോലായാലും കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റില്ല. ചെറുതായിട്ടൊരു വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ പൂപ്പൽ പിടിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവരും ഈ 10-20 ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളാകുമ്പോൾ അവരെ ഒരെണ്ണത്തിന് നോക്കിയാൽ മതിയില്ലേന്ന് വെച്ച് വളർത്തുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.